വെൽക്കം ടു വണ്ടർബി. കൂട്ടുകാരെ, നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് സൂത്രക്കാരനായ ഒരു പൂച്ചയുടെ കഥയാണ്. ഒരു കാട്ടിൽ ഒരു പൂച്ചയും കടുവയും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചായിരുന്നു താമസം. കടുവ വലിയ മൃഗമല്ലേ, പൂച്ചയാണെങ്കിൽ ചെറുതും. അതുകൊണ്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നത് പൂച്ചയായിരുന്നു. കടുവയോ തീറ്റയും കഴിഞ്ഞ് കൂർക്കം വലിച്ചുറങ്ങും. അങ്ങനെയിരിക്കെ മഞ്ഞുകാലമായി. കൊടും തണുപ്പുള്ള കാറ്റ് വീശി. നേരം ഇരുട്ടായപ്പോൾ കടുവ പറഞ്ഞു, "നീ വേഗം തീ കൊണ്ടുവന്ന് കത്തിക്ക്." അപ്പോൾ പൂച്ച ചോദിച്ചു, "ഈ ഇരുട്ടിൽ എവിടെ നിന്നാണ് വിറകൊടിക്കുക? എനിക്ക് പേടിയാകുന്നു." "അതൊന്നും എനിക്കറിയണ്ട, നീ വേഗം വിറക് കൊണ്ടുവാ." കടുവ ദേഷ്യം പിടിച്ചു. പാവം പൂച്ച പേടിച്ചു. ഇരുട്ടും തണുപ്പും വകവയ്ക്കാതെ അവൻ പുറത്തിറങ്ങി നടന്നു. കുറെ നടന്നിട്ടും പൂച്ചയ്ക്ക് ഒരു കഷണം വിറക് പോലും കിട്ടിയില്ല. അപ്പോൾ അവൻ ദൂരെ ഒരു കുടിൽ കണ്ടു. പൂച്ച നടന്ന് നടന്ന് കുടിലിന്റെ വാതിൽക്കലെത്തി. ഒരു അപ്പൂപ്പന്റെ കുടിലായിരുന്നു അത്. അപ്പൂപ്പൻ അകത്തിരുന്ന് തീ കായുന്നത് പൂച്ച കണ്ടു. "അപ്പൂപ്പ, അകത്ത് വരട്ടെ?" പൂച്ച ചോദിച്ചു. "അതിനെന്താ, വന്നോളൂ." അപ്പൂപ്പന് സമ്മതമായി. പൂച്ച കുടിലിനകത്തെത്തി. പൂച്ചയുടെ വാടിയ മുഖം കണ്ട് അപ്പൂപ്പൻ കാര്യം തിരക്കി. പൂച്ച കാര്യം പറഞ്ഞു. കഷ്ടം തോന്നിയ അപ്പൂപ്പൻ പാകം ചെയ്ത കുറെ ഭക്ഷണം അവന് കൊടുത്തു. അത് തിന്ന് പൂച്ച പറഞ്ഞു, "ഹായ്, എന്താ രുചി." അപ്പോൾ ഒരു ഭയങ്കരൻ എലിയും കൂട്ടുകാരും പമ്മി പമ്മി കുടിലിന്റെ വാതിൽക്കൽ വന്നു. അതുകണ്ട അപ്പൂപ്പൻ പറഞ്ഞു, "നോക്കൂ, എലികൾ ഭയങ്കര ശല്യക്കാരാ. ധാന്യങ്ങളെല്ലാം തിന്നു തീർക്കും. എന്റെ വസ്ത്രങ്ങളെല്ലാം കാർന്നു തിന്നു. ഏയ് ഭയങ്കരന്മാരെ, നിങ്ങളിനി അപ്പൂപ്പനെ ഉപദ്രവിക്കുമോ?" "ഇല്ല, ഞങ്ങൾ ഈ കൂട് വിട്ട് പോയിക്കൊള്ളാം." എലികൾ ജീവനും കൊണ്ട് പാഞ്ഞു. "നോക്ക്, നീ ഇനി എങ്ങോട്ടും പോകണ്ട. എന്റെ കൂടെ താമസിക്കൂ. എലികളെ പിടിച്ചാൽ മതി, എന്താ?" അത് കേട്ടപ്പോൾ പൂച്ചയ്ക്ക് സന്തോഷമായി. അവൻ അപ്പൂപ്പന്റെ കൂടെ താമസം തുടങ്ങി. ദുഷ്ടൻ കടുവ ഇതൊന്നും അറിഞ്ഞില്ല. തണുത്തു വിറച്ച് അവൻ മഞ്ഞുകാലം കഴിച്ചുകൂട്ടി. നാളുകൾ കഴിഞ്ഞു. വെയിൽ തെളിഞ്ഞു. പൂക്കൾ വിരിഞ്ഞു. തേനീച്ചകൾ പൂക്കൾക്ക് ചുറ്റും പാറി നടന്നു. പൂച്ച കാട്ടിലൂടെ വെറുതെ നടക്കുകയായിരുന്നു. എവിടെ നിന്നോ ചാടി വീണ കടുവ പൂച്ചയെ പിടികൂടി. പൂച്ച പേടിച്ചു വിറച്ചു. അവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു, "എന്റെ പുതിയ വീട്ടിൽ കുറെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം തരാം, വാ." കണ്ടോ, ആ ഗുഹയിലുണ്ട്. ഒരു ഭയങ്കര മുള്ളൻ പന്നിയുടേതായിരുന്നു ആ ഗുഹ. കടുവയെ കണ്ടതും മുള്ളൻ പന്നി തന്റെ മുള്ളുകൾ കുടഞ്ഞു. അവ അമ്പ് പോലെ പാഞ്ഞു വന്ന് കടുവയുടെ ദേഹത്ത് തറച്ചു. ദുഷ്ടൻ കടുവ കരഞ്ഞുകൊണ്ടോടി. കടുവയുടെ ഓട്ടം കണ്ട് പൂച്ചയ്ക്ക് ചിരി വന്നു. പൂച്ച ഓടി അപ്പൂപ്പന്റെ കുടിലിലെത്തി. പിന്നീടൊരിക്കലും അവൻ കടുവയുടെ മുന്നിൽ ചെന്നു പെട്ടില്ല. അന്നു മുതലാണത്രേ പൂച്ചകൾ മനുഷ്യരോടൊപ്പം താമസിക്കാൻ തുടങ്ങിയത്.